ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ബുക്ക് റിവ്യൂ ആയിട്ടാണ്, വിച്ച് ഇസ് ടുമോറോ 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 ബൈ ഗബ്രിയേൽ സെവിൻ. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് സാം ആൻഡ് സേഡി. അപ്പൊ സാം സേഡിനെ കണ്ടുമുട്ടുന്ന രംഗം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാം ചെറുപ്പത്തിൽ ഒരു ആക്സിഡന്റ് ആയിട്ട് അവന്റെ കാല് ഇഞ്ചേർഡ് ആവും. അതിനുശേഷം അവന് ചെറുതായിട്ടൊന്ന് ഹാൻഡിക്യാപ്ഡ് പോലെ ആവും. അങ്ങനെ ഇരിക്കുമ്പോൾ അവന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആ 6 വീക്സും അവൻ ആരോടും സംസാരിക്കുന്നില്ല. അങ്ങനെ ഇരുന്നിട്ട് അവന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സേഡി ആ റൂമിലോട്ട് വരുന്നത്. അപ്പൊ സേഡിയുടെ സിസ്റ്ററും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് അവളിങ്ങനെ ഗെയിം റൂം നോക്കി നടക്കുകയായിരുന്നു. അപ്പൊ രണ്ടുപേരും നന്നായിട്ട് ഗെയിംസ് ഇഷ്ടപ്പെടുന്ന രണ്ടാൾക്കാരാണ്. അങ്ങനെയാണ് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അവർ തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം അവരെ ഫ്രണ്ട്ഷിപ്പിൽ ഒരു ഫോളോ ഔട്ട് സംഭവിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവർ പ്രസന്റ്ലി അവർ വീണ്ടും കണ്ടുമുട്ടുകയാണ് അറ്റ് എ സ്റ്റേഷൻ. അപ്പോൾ ആ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ലൈക്ക് അവർക്ക് ആ പണ്ടത്തെ ആ ഓർമ്മകളൊക്കെ അവരിലേക്ക് വരികയാണ്. പിന്നെ അവർ ചിന്തിക്കുകയാണ് ലൈക്ക് എത്ര ചെറിയ മിസ്റ്റേക്കിന് വേണ്ടിയിട്ടാണ് അവരന്ന് മിണ്ടാതെ നടന്നതെന്നൊക്കെ അപ്പോൾ അവർക്ക് തോന്നുകയാണ്. കാരണം അന്ന് അവർ ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ അവർക്ക് അത്രയും അന്ന് അത് അവർക്ക് ഭയങ്കര തീവ്രത ഉള്ള ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നി. ഇപ്പോൾ അവർക്കത് ഒരു ചെറിയ സില്ലി കാര്യമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ അവർ വീണ്ടും അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആ സ്റ്റേഷനിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റേഷനിൽ വെച്ചിട്ട് അവള് ഉണ്ടാക്കിയ ഒരു ഗെയിം അവന് കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് ഫീഡ്ബാക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് പറയണം. അങ്ങനെ അവൻ ആ ഗെയിമുമായിട്ട് അവൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ അവൻ്റെ റൂംമേറ്റ് അവിടെ ഉണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ഗെയിം കളിച്ചു നോക്കും. അപ്പോൾ അവനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അതിന് ശേഷമാണ് അവനക്ക് ഒരു ബുദ്ധി ഉദിക്കുന്നത്, ലൈക്ക് എന്തുകൊണ്ട് സാമിനും സേഡിക്കും കൂടെ ഒരു ഗെയിം ഉണ്ടാക്കിക്കൂടെ. കാരണം രണ്ടുപേരും ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നല്ല സ്മാർട്ട് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ്. പിന്നെ ഒരുപാട് ഗെയിം ഐഡിയാസ് ഉണ്ട്. രണ്ടുപേരും ഒബ്സസ്ഡ് ആണ് ഗെയിംസ് ആയിട്ട്. അവർ രണ്ടുപേരും അല്ലാതെ ആർക്കാണ് ഇത്ര നല്ലൊരു ടീം ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെയാണ് അവർ രണ്ടുപേരും ഗെയിം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ആദ്യമായിട്ട് അവരുടെ ഗെയിം ബിൽഡ് ചെയ്യും. എന്നിട്ട് അത് ഭയങ്കര സക്സസിലോട്ട് നയിക്കും. അതിനുശേഷം പിന്നെ അവന്റെ ഈ റൂംമേറ്റ് ആയ മാർക്സ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അതിൽ 2 പാർട്ട്നേഴ്സ് ആയിട്ട് സേഡിയും സാമും വർക്ക് ചെയ്യും. ത്രൂ ഔട്ട് ദ ബുക്ക് നമ്മൾ ഈ 3 ക്യാരക്ടേഴ്സിനെയാണ് ഫോളോ ചെയ്യുന്നത്. അവരുടെ അപ്സ് ആൻഡ് ഡൗൺസ്, അവരുടെ ഫെയിലിയേഴ്സ്, അവരുടെ സക്സസ്. അവര് 3 പേരും നല്ലൊരു ടീമായിരുന്നു. അവർ 3 പേരും കൂടെ ഒരുപാട് ഗെയിംസ് അതിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സാമും സേഡിയും ഭയങ്കര വ്യത്യസ്തമായ 2 ക്യാരക്ടറാണ്. സാം ഒരു ഭയങ്കര ക്ലോസ്ഡ് ബുക്കാണ്. അവൻ്റെ ആ പേഴ്സണൽ സ്പേസിലേക്ക് അവൻ ആരും തന്നെ വിളിക്കില്ല, സേഡി അല്ലാതെ. ഈവൻ സേഡിനോട് തന്നെ അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറില്ല. സേഡി ഭയങ്കര ഒരു ഓപ്പൺ ആയിട്ടുള്ള നല്ലൊരു വൈബ്രന്റ് ക്യാരക്ടറാണ്. പക്ഷെ രണ്ടുപേരും ഭയങ്കര സെൽഫിഷ് ആണ്. അതുപോലെ തന്നെ രണ്ടുപേരും അവർ ആ ടീനേജേഴ്സിലുള്ള അവരുടെ ആ സ്റ്റാർഡം അവരെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സെൽഫിഷ് ആയിട്ട് ഭയങ്കര ഗ്രീഡി ആയിട്ടൊക്കെ മാറുന്നുണ്ട്. അത്രയും ഫ്ലോ ഉള്ള ക്യാരക്ടർ ആയിട്ടാണ് ഈ ഓതർ അവരെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്നെ ചെറുതായിട്ടൊന്ന് ബഗ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം മിക്ക സമയത്തും എനിക്ക് സാം ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയി തോന്നി. ചില സമയത്ത് എനിക്ക് സേഡി ചെയ്യുന്ന കാര്യങ്ങൾ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. ബട്ട് അതൊരു നല്ല കാര്യമാണ് കേട്ടോ. കാരണം ഒരു ടീനേജേഴ്സിന് ഇത്രയും സ്റ്റാർഡം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടീനേജേഴ്സ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് ഒരുപാട് ഫ്ലോസ് ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഓതർ ഈ ഗെയിംസിനെ പറ്റി ഒരുപാട് നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ലൈക്ക് ഏതൊരു ഗെയിം ഇഷ്ടപ്പെടാത്ത ആൾക്ക് പോലും അത് വായിക്കുമ്പോൾ ശരിക്കും ഗെയിമിനെ പറ്റി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ആൻഡ് ഓൾസോ അത് എഴുതിയിട്ടുള്ള ലൈക്ക് ഗെയിംസിന്റെ സ്റ്റോറി, അതിന്റെ ഐഡിയാസ്, പിന്നെ അത് കാരണം ഉണ്ടാവുന്ന സക്സസ്, അത് കാരണം ഉണ്ടാവുന്ന ഫെയിലിയേഴ്സ് എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്, അതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് എങ്ങനെയാണ് ആ 3 ക്യാരക്ടേഴ്സ് ഓരോ ഫെയിലിയേഴ്സും സക്സസും അവരുടെ അപ്സും ഡൗൺസും ഒക്കെ എങ്ങനെയാണ് അവർ ടോളറേറ്റ് ചെയ്ത് പോകുന്നതെന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഇതൊരു ക്യാരക്ടർ ഡ്രിവൺ ബുക്കാണ്. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് ഭയങ്കര ഈസി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഭയങ്കര എൻഗേജിങ് ആയിരിക്കും. നമ്മൾ ക്യാരക്ടേഴ്സിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കും. ഈവൻ ദോ ചില നേരത്തെ ഈ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഭയങ്കരമായിട്ട് ഇന്നെ ഇറിറ്റേറ്റ് ചെയ്യെങ്കിലും എനിക്ക് അവരോട് ഒരിക്കലും ദേഷ്യം വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. ലൈക്ക് അവരൊരിക്കലും ഡിസ്ലൈക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഐ റിയലി എൻജോയ്ഡ് ദിസ് ബുക്ക്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ റിവ്യൂ. ഈ ചാനലിൽ ഞാൻ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻ ആൻഡ് ബുക്ക് റിലേറ്റഡ് സ്റ്റഫ്സ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വായിക്കാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ റിവ്യൂ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമന്റിൽ അറിയിക്കുക. ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.